ദേവസ്വം ബോർഡിന് കൂച്ചുവിലങ്ങ്. ശബരിമലയെ അടിമുടി മാറ്റി പരിഷ്കാരത്തിനൊരുങ്ങി സർക്കാർ. വരവും ചെലവും കൈകാര്യം ചെയ്യാൻ ശബരിമല അതോറിറ്റി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ മൂലയ്ക്കിരുത്തും. തിരഞ്ഞെടുപ്പിൽ വീണ്ടും ശബരിമല വിഷയം സജീവമാവുകയാണ്. ദേവസ്വം നിയമം അടിമുടി പരിഷ്കരിച്ച് ശബരിമല ക്ഷേത്ര അതോറിറ്റി രൂപീകരിക്കാൻ സർക്കാർ ധാരണയായി. അതോറിറ്റി രൂപീകരണത്തിനുള്ള പ്രാഥമിക നടപടികൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല ക്ഷേത്രവും വികസന പ്രവർത്തനങ്ങളും ബന്ധപ്പെടുത്തി വിപുലമായ അധികാരങ്ങളോടെയാണ് അതോറിറ്റി രൂപീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. മുതിർന്ന IAS ഉദ്യോഗസ്ഥനാകും അതോറിറ്റി ചെയർമാൻ. വനിതയടക്കം 6 അംഗങ്ങളുണ്ടാകും. A. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തുടരുമെങ്കിലും ശബരിമല അതോറിറ്റിക്ക് മേൽ നിയന്ത്രണാധികാരങ്ങൾ ഉണ്ടാകില്ല. ശബരിമല വികസനത്തിന് സർക്കാർ മാറ്റിവെച്ച 800 കോടി രൂപ അതോറിറ്റിക്കായി വകയിരുത്തും. ശബരിമല ക്ഷേത്ര വരുമാനം കൈകാര്യം ചെയ്യുന്നതും ചിലവുകൾ വഹിക്കുന്നതും അതോറിറ്റിയാകും. ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഇതിലൂടെ കഴിയും. ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു വിഭാഗം ജീവനക്കാരെ അതോറിറ്റിയിലേക്ക് മാറ്റും. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടേതിന് തുല്യമായിരിക്കും. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും സർക്കാരുമായി ഉണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മയാണ് ശബരിമല അതോറിറ്റി രൂപീകരണത്തിലേക്ക് നയിച്ചത്. അതിനിടെ ശബരിമല വിഷയം ആസ്പദമാക്കി വന്ന PSC ചോദ്യവും വിവാദമായിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ശബരിമലയിൽ പ്രവേശിച്ച യുവതികൾ ആരാണെന്നാണ് PSC ഡോക്ടർമാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യത്തിൽ ചോദിച്ചത്. കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത്. എന്നാൽ ബുധനാഴ്ച നടന്ന ആരോഗ്യവകുപ്പിന് കീഴിൽ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യം വന്നത്. ഇതേ തുടർന്ന് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതാണ് ചോദ്യമെന്നാരോപിച്ച് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അടിയന്തര യോഗം ചേർന്ന് വിമർശിച്ചു. സുപ്രീം കോടതി വിധിക്ക് ശേഷം ആരാണ് ആദ്യം ശബരിമല ദർശനം നടത്തിയ സ്ത്രീകൾ എന്നതായിരുന്നു ചോദ്യം. ചോദ്യത്തിന് ബിന്ദു തങ്കം കല്യാണിയും ലിബിയും, ബിന്ദു അമ്മിണി കനകദുർഗ, ശശികല ശോഭ, സൂര്യദേവാർച്ചന പാർവതി എന്നിങ്ങനെയായിരുന്നു ഓപ്ഷനുകൾ. ശരിയുത്തരം ബിന്ദുവും കനകദുർഗയുമാണെന്ന് PSCയുടെ വെബ്സൈറ്റിലുള്ള ഉത്തരസൂചികയിൽ നൽകിയിട്ടുമുണ്ട്. ഇതിനെതിരെയാണ് പന്തളം രാജകുടുംബം രംഗത്തെത്തിയത്. എന്നാൽ വിവിധ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന സെറ്റർമാരാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതെന്നാണ് PSCയുടെ വിശദീകരണം. ഇതിനെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും PSC പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.